മൈഗ്രേഷൻ കോൺക്ലേവ് 2024 വേദിയിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. 43 വർഷമായി ഷാർജയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് മൈഗ്രേഷൻ കോൺക്ലേവിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാറിന്റെ പേര് മുരളി ആർപി. ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു പരിപാടി. അപ്പോൾ എന്ത് തോന്നുന്നു? ഇത്രയും വർഷം പ്രവാസ ജീവിതം നയിച്ചു, ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടി പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. പ്രവാസികളാണ് അതിൻ്റെ മെയിൻ ആൾക്കാരായി വരുന്നത്. എന്ത് തോന്നുന്നു? ഇന്ത്യയിൽ തന്നെ ആദ്യമായ സംഭവമാണ് ഈ മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന സംഭവം തന്നെ. അത് നമുക്കറിയാം, ഈ വയോജന സംരക്ഷണം എന്ന് പറയുന്ന സ്കീം തന്നെ ഇന്ത്യയിൽ എങ്ങും തന്നെ, വിദേശത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് അത്. തീർച്ചയായും പ്രവാസികളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊക്കെ വളരെ വ്യഥയുള്ള കാര്യമാണ് ഈ മാതാപിതാക്കളുടെ വിഷയത്തിലൊക്കെ. കാര്യം ഇവിടുന്ന് വിസിരിക്കുന്നു, അവരിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, മക്കൾ ജോലിയുണ്ട്, അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരൊക്കെ അവിടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവിടെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവിടെ വല്ല ഈ ഇതുപോലുള്ള അനാഥാലയങ്ങളിലൊക്കെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നമ്മുടെ സ്വന്തം മനസ്സോടോ താല്പര്യത്തിന് പ്രകാരമായിട്ടല്ലത്. പക്ഷേ ഇന്നതല്ല. ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് തീർച്ചയായും നല്ല രീതിയിൽ, അതിപ്പം നമ്മൾ പ്രാദേശികമായിട്ടുള്ള ലോക്കൽ ബോഡി ആകാം, ഗവൺമെൻറ് ആകാം, ഇതൊക്കെ അവരുടെ ഗവൺമെൻറ് സഹായത്തോടു കൂടി കുടുംബശ്രീ ഏൽപ്പിച്ചാൽ പോലും വളരെ വിജയകരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പോൾ മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുത്തു. ഇപ്പോൾ നൈപുണ്യ വികസനത്തിൻ്റെ സെമിനാർ നടക്കുകയാണ്, വയോജന പരിപാലനത്തിൻ്റെ സെമിനാർ കഴിഞ്ഞു. ഈ സെമിനാറുകളെല്ലാം ഈ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ ഉദ്ദേശം പോലെ തന്നെ ജനങ്ങളിലേക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവാസികൾക്ക് സഹായിക്കാനാകുമെന്ന് ഉറപ്പുവരുത്തുന്നതാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഈ നൈപുണ്യ വികസനം തന്നെ നമുക്കറിയാം, ഈ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ മികച്ച രീതിയിലാണെങ്കിൽ പോലും പുറം ലോകം ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നൊരു വസ്തു കൂടിയുണ്ട്. അത് പുറം ലോകത്ത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെയാണ് അതിന് പ്രധാനമായി പ്രചാരം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ. കാര്യം ഗവൺമെൻറ് ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്കിലും ഇത് പുറം ലോകം അറിയുന്നില്ലാത്തൊരു വസ്തുത നിലവിലുണ്ട്. മൊത്തം പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒരുപാട് വർഷക്കാലത്തിന് ശേഷം നാട്ടിൽ വരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇത്രയും വലിയൊരു പരിപാടി വരുന്നു. എന്ത് തോന്നുന്നു മൊത്തത്തിൽ? തീർച്ചയായും ഇത് പൊതുസമൂഹത്തിന് വളരെ ഗുണം ചെയ്യുന്ന പരിപാടികളാണ്. അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ഭാവി കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും നല്ലതായി തന്നെ ഉണ്ടാവും.